എല്ലാ വ്ളോഗും നമ്മൾ കാണുന്നുണ്ട്. ആണല്ലേ? മോന് ഭയങ്കര ഇഷ്ടമാണ് സുധീഷിനെ. അപ്പൊ ഞാനും അവനോട് ഇരുന്ന് കാണുന്നത് കംപ്ലീറ്റ് നാച്ചുറലായിട്ടുള്ള ഈ അവതരണ രീതിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലത്തെ ആൾക്കാരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ചുമ്മാ പ്രൊമോഷൻ വേണ്ടി പറയണല്ല, ഈ ചേട്ടനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് മോട്ടിവേഷനായി. കാരണം 2 കേരള സദ്യയാണ് ഐറ്റം, ഒരുപാട് സമയം എടുക്കും. എന്തായാലും തിരക്ക് ഉണ്ടാക്കി. എൻ്റെ അമ്മോ, ഇത് റെഡിയായേ? 5452 എടുക്കാൻ പറ്റുമോ? പോയി ഒന്ന് ആരെങ്കിലും ഒന്ന് വഴി തന്നെങ്കിൽ എടുക്കാമായിരുന്നു. ഒരു 10-15 കിലോ വെയിറ്റ് വേണം തോന്നട്ടെ. ഇതുപോലത്തെ ഓർഡർ ഐറ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആണെങ്കിൽ കംപ്ലൈൻറ്റ് കിടക്കുകയാണ്. തുറന്ന് തോല എനിക്ക് വയ്യ എനിക്ക്. ഓക്കെ, ലൊക്കേഷൻ തറായി. ഇവിടുന്ന് സംഭവം 2 ഓർഡർ ഉണ്ടായിരുന്നു, ആ ഡിലേ ആയത്. വെൽക്കം. ഓക്കെ, നല്ല കസ്റ്റമർ. താങ്ക് യു പറയണ്ട. താങ്ക് യു പറഞ്ഞാൽ ഒരു വിധമുണ്ട്, ആ വിധത്തിൽ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഓക്കെ, പോകുന്ന സമയം കമോൺ ഒരുപാട് സമയം. രാവിലെ കാണിച്ച വേല കണ്ട പൂച്ച കംപ്ലീറ്റ് ഇവിടെ തൂറി വെച്ചിരിക്കണം. അല്ലെങ്കിൽ കാക്ക തൂറും അല്ലെങ്കിൽ പൂച്ച തൂറും. പിന്നെ ഫുൾ കഴുകി ഇറക്കി ബ്ലീച്ചിങ് പൗഡർ ഇട്ടിരിക്കണം. സ്മെല്ല് സഹിക്കാൻ പറ്റില്ല, വാള് വയ്ക്കണം. ഇത് വണ്ടിയുടെ ക്ലച്ച് കേബിളാണ്. ഇത് പോകുന്ന വഴി സമയം ഉണ്ടെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ലാസ്റ്റ് മാറ്റാം വരുമ്പോൾ. ഓക്കെ, അകത്തിരിക്കട്ടെ. കമോൺ, പയ്യെ ടൈൽസ് ചറക്കിടിച്ച് വിടല്. മഴയൊക്കെ വിട്ടാ, വെറുതെ റെയിൻ കോട്ട് ഇട്ട് ആവശ്യമില്ലാതെ. ശരി, ഇരിക്കട്ടെ. ടാറ്റ, ബൈ പോയിട്ട് ടാറ്റ. ഉമ്മ സ്റ്റാർട്ടായി. ചില സമയത്ത് സ്റ്റാർട്ടാവും, ചിലപ്പോൾ ബാറ്ററി എടുക്കില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്. ബാറ്ററി ചാർജ് കുറവല്ലേ? ഓക്കെ, സൂക്ഷിച്ച് പോയിട്ടാ. ബൈ. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ ഇറങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻ കോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. വേറെ ഒരു വിഷയമില്ല. നല്ല ഹാപ്പി ആയിട്ട് നല്ല കിടിലം വൈബിൽ റെയിൻ അവിടെ കാണാനില്ല പോയി. കുറച്ച് മുമ്പ് ഭയങ്കര മഴയായിരുന്നു, ഇപ്പോൾ സ്കൈ ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് കുറച്ച് മഴ മാത്രം മതി, എങ്കിലും സർജ് ഓണായി കിടക്കുള്ളൂ ഫുൾ ടൈം ആയിട്ട്. എങ്കിലും നമുക്ക് നല്ല ഏണിങ്സ് കിട്ടുള്ളൂ. നല്ല മഴ പെയ്താലും കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായി. ക്യാമറ ഒക്കെ പറയാൻ പറ്റില്ല, കംപ്ലൈൻ്റ് ആയി പോകും. ഇപ്പോൾ മഴവെള്ളം അകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് വർക്കൗട്ട് ആകുമായിരിക്കും, നോക്കാം. അപ്പോൾ നമ്മൾ സൊമാറ്റോ ആപ്പ് ഇപ്പോൾ ഓൺലൈൻ ആക്കിയിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം വണ്ടിയുടെ ബാറ്ററി കംപ്ലൈൻറ്റ് കിടക്കുകയാണ്. ഈ കംപ്ലൈൻ്റ് ആയ ബാറ്ററി കൊണ്ട് വണ്ടി ഓടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ബാറ്ററി മാറ്റാൻ പോവുകയാണ്. അക്ഷയ് പവേഴ്സ്, ഇടപ്പഴിഞ്ഞിലാണ്. അക്ഷയ് എന്ന് പറഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബറാണ്. പുള്ളി ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞാൽ നമ്മളെ അക്ഷയുടെ അച്ഛനാണ് ആ ബാറ്ററി ഷോപ്പിൻ്റെ ഓണർ. പുള്ളിയുടെ പേര് ഷിജു ആണ്. ഷിജു അണ്ണ അതാ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, ഇന്നലെ പറഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്ക് ചെറിയ പ്രൊമോഷൻ ചെയ്യാൻ വേണം, അതേസമയത്ത് നമുക്ക് ബാറ്ററി മാറ്റാൻ വേണം. ഇതാണ് ഇന്നത്തെ ജോലി. ബാറ്ററി മാറ്റിയ ശേഷം ജോലിക്ക് പോകും കേട്ടോ. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, നമ്മളെ സൊമാറ്റോ ആപ്പ് ഓൺലൈൻ ആവാത്തതുകൊണ്ട് നമ്മൾ ഇൻസെൻറ്റീവ് കട്ടാവുകയാണ്. ഇൻസെൻറ്റീവ് 100 രൂപ പോകുമായിരിക്കും, പോട്ട് കുഴപ്പമില്ല. ഈ ബാറ്ററി മാറ്റാൻ നേരത്തെ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അത് പോകാൻ പറ്റാത്ത മെയിൻ കാരണം ഒരു വലിയ മരിച്ചു പോയി, നമ്മളെ ബന്ധു. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോൾ ഒരു മണിക്കൂർ പോയി. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്, അതൊക്കെ അറ്റൻഡ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് പോയിട്ട് വന്നപ്പോൾ ലേറ്റായി, കുഴപ്പമില്ല. മേരി പ്യാറോ ലേ ലേ സാലേ സാലാ ലേ ലേ താനേ നാ. ഓക്കെ, ലൊക്കേഷൻ തറായിട്ടുണ്ട്. ആമറോൺ അല്ല, ആമറോൺ ബാറ്ററിയാണ്. ഇവിടെയാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. നമ്മളുടെ ഷിജുണ്ണൻ ഇവിടെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് ഷോപ്പ്. ലൊക്കേഷൻ വരുന്നത് കറക്റ്റായിട്ട് നമ്മളുടെ എന്താ പറയുക, ഇടപ്പഴിഞ്ഞിൽ നിന്ന് വഴുതക്കാട് പോകുന്ന വഴിക്ക് ലാൻഡ്മാർക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, നമ്മളെ ഇതന്നെ ഗരം മസാല കഴിഞ്ഞ ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്, ആമറോൺ ബാറ്ററി. അപ്പോൾ നമുക്ക് നേരെ ബാറ്ററി മാറ്റിയല്ലോ, സമയമായിക്കൊണ്ടിരിക്കുകയല്ലേ. ബാ ഷിജുട്ടാ, കൈവിട്. സുഖം. അപ്പോൾ അങ്ങനെ ബാറ്ററി മാറ്റല്ലേ? ഓക്കെ ഏട്ടാ, ഞാൻ ഇപ്പോൾ സംഭവം ഇറങ്ങി ലേറ്റായിപ്പോൾ. ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോൾ തന്നെ 1 മണിക്കൂർ പോയി. ഇവരൊക്കെ ഇവിടെ സൈഡ് ആൾക്കാരാണോ? ഓക്കെ. അതെ. സംഭവം നമ്മൾ സിജുണ്ണന് കഴിഞ്ഞ വർഷം അല്ലേ 1 ഇയർ ആയില്ലേ, ഒരു അസുഖം വന്ന് ഇങ്ങനെ കാഴ്ച ചെറിയ പ്രശ്നമായി. എന്നാലും പുള്ളിക്കാരൻ ആ ധൈര്യം വിടാതെ ഫുൾ മോട്ടീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ചേട്ടന്മാരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയത്? ഇടപ്പഴിഞ്ഞി റോഡിൽ കോട്ടയം സ്കൂളിൻ്റെ അവിടെ നിന്ന് 150 മീറ്റർ താഴോട്ട്. ഇവിടെ ഏതൊക്കെ ബാറ്ററി ഉണ്ട്? ആമറോൺ മാത്രമാണോ? അപ്പോൾ എല്ലാ ബാറ്ററിയുടെ സെയിൽസും ഉണ്ടല്ലേ? അപ്പോൾ മെയിൻ ആമറോൺ ആണ് അല്ലേ? ഓക്കെ ഏട്ടാ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് കാര്യങ്ങളൊക്കെ? അപ്പം സെയിൽസും സർവീസും ഉണ്ട്. ഇപ്പോൾ വാറണ്ടി ഒക്കെ ഉണ്ടല്ലേ? എത്ര വർഷം വാറണ്ടിയാണ് നമ്മളെ ബാറ്ററി? ഓക്കെ. ഇത് ഷിജുവിൻ്റെ വൈഫാണ് അല്ലേ? ചേച്ചിയുടെ പേരെന്താ? ജയശ്രീ. ഓക്കെ. സംഭവം ബാഗ് ഊരി മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. ബാഗ് ഊരിയാൽ മാത്രമേ നമുക്ക് മറ്റേ സംഭവങ്ങൾ ഊരാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ ബാറ്ററി ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വണ്ടി ഓടാൻ പറ്റൂല. ഇതെവിടെ കൊണ്ടുവയ്ക്കാം? ഇതല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ബാറ്ററി, ആമറോൺ പ്രോ റൈഡർ. നമ്മൾ റൈഡർ എന്ന് മനസ്സിലായിട്ടോ അവർക്ക്. ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിടാം. ചാർജിങ് കറക്റ്റാണ്. 14.5 വരെ വരാം. കറക്റ്റാണ്. 14.1 ഉണ്ട്. ഈ ലൈറ്റാണ് പ്രശ്നം കേട്ടോ. ഈ ലൈറ്റ് ഒന്ന് സ്വിച്ചിലാക്കി ഓഫ് ചെയ്തെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചാർജ് ആകുമ്പോഴാണ് എല്ലാവരും പറയണത്. എല്ലാം കഴിഞ്ഞേട്ടാ?
അടിപൊളിയായി, സൂപ്പർ. സുധീഷിന്റെ എല്ലാ വ്ളോഗും നമ്മൾ കാണുന്നുണ്ട്. ആണല്ലേ? മൈക്കിൽ പറ. മോന് ഭയങ്കര ഇഷ്ടമാണ് സുധീഷിനെ. അപ്പൊ ഞാനും അവനോട് ഇരുന്ന് കാണുന്നത് കംപ്ലീറ്റ്. നാച്ചുറലായിട്ടുള്ള ഈ അവതരണ രീതിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. നിങ്ങളെപ്പോലത്തെ ഓരോ ആൾക്കാർ സപ്പോർട്ടാണ് നമ്മളെ ഈ ലെവലിൽ എത്തിച്ചത്. അതിന് മെയിൻ കാരണം നിങ്ങൾക്ക് തന്നെ. അല്ല, സുധീഷിന് ഓരോന്ന് സ്ട്രഗിൾ ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഇട്ടല്ലോ നമുക്ക് മനസ്സിലാവും. ചേട്ടാ പറയാനുണ്ടോ കടയെ പറ്റി? വേറെ ഒന്നുമില്ല, നമുക്ക് ഇൻവെർട്ടർ ബാറ്ററി എല്ലാം ഉണ്ട്. ഇൻവെർട്ടർ ലീഡിങ് ബ്രാൻഡ് എല്ലാം ഉണ്ട് നമുക്ക്. ഇത് എക്സൈഡ് ഉണ്ട്, മൈക്രോടെക് ഉണ്ട്, വി ഗാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം സൈറ്റിൽ പോയി നമ്മൾ ചെയ്തു കൊടുക്കും വിത്തൗട്ട് എനി കോസ്റ്റ്. വേറെ അതായത് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും നമ്മൾ വാങ്ങില്ല. നമുക്ക് ആർക്കെങ്കിലും വണ്ടി വഴിയില്ലാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഈ നമ്പറിലോട്ട്. അപ്പം വിളിച്ച് കഴിഞ്ഞാൽ അവർ നേരെ സൈറ്റിൽ വന്ന് തന്നെ സർവീസ് ചെയ്ത് തരും സൂപ്പറായിട്ട്. അപ്പോൾ നമ്മളെ സൊമാറ്റോ സ്വിഗ്ഗി ആൾക്കാരൊക്കെ നമ്മളെ വണ്ടിയുടെ ബാറ്ററി കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ സെയിൽസും ഉണ്ട്, സർവീസും ഉണ്ട്. ഇതുപോലത്തെ ആൾക്കാരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ചുമ്മാ പ്രൊമോഷൻ വേണ്ടി പറയണമല്ല. ഈ ചേട്ടനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് മോട്ടിവേഷനായി. കാരണം ഞാൻ ദിവസവും എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ബ്ലോഗിൽ പറയാറുണ്ട്, എൻ്റെ വിഷമങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് ഈ ചേട്ടൻ്റെ കഥ കേട്ടപ്പോൾ നമ്മളൊന്നും ഒന്നുമില്ല ഒരു മുമ്പിലൊക്കെ. അതുകൊണ്ട് ഇതുപോലത്തെ ആൾക്കാരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ ലൊക്കേഷൻ വളരെ അടുത്താണ്. നമ്മളെ ഗരം മസാല ആയാലും അതിൻ്റെ അടുത്തിന് അവിടെ നിന്ന് 100 മീറ്റർ ഇപ്പുറത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ബാറ്ററി എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. പുള്ളിക്കാർ സൂപ്പറായിട്ട് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ഓക്കെ, അടിച്ച് പൊളിക്കണം. ചേച്ചി എവിടെ? ചേച്ചി അത് വാ, വ്ളോഗിൽ വാ. ഇതാണ് ചേച്ചിയുടെ പേര് മറന്നു പോയല്ലോ. ജയശ്രീ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയാണ് ഇവിടുത്തെ ഇൻചാർജ് മെയിനായിട്ടല്ലേ. ചേട്ടൻ ഓണറാണ്, ഇവരൊക്കെ സ്റ്റാഫ്. ഒരാൾ മിസ്സായി പോയി, അക്ഷയ്. ഫോട്ടോ കാണിച്ചേ, ഫോട്ടോ. ഇതാണ് അക്ഷയ്. എവിടെ കണ്ട് ഓർമ്മ ഉണ്ടല്ലോ പുള്ളിക്കാരനെ? ആണാ? ഇത് അക്ഷയ്. പുള്ളി 10ാം ക്ലാസ്സിൽ പഠിക്കാൻ സെൻറ്റ് മേരി സ്കൂളിൽ. അപ്പോൾ നല്ല പഠിച്ചതല്ല, വലിയ ആളാ വരട്ടല്ലേ. അപ്പോൾ ഓക്കെ, ടാറ്റ എല്ലാവർക്കും, ബായ്, കാണാം. അപ്പം LAPG പറ, ലൈഫ് അടിച്ച് പൊളിക്കണം. അത്ര ടാറ്റ. അപ്പോൾ ഓക്കെ, ബാറ്ററി മാറ്റിയിട്ട് വേറെ വിഷയമൊന്നുമില്ല. ഇനി പറക്കാം, വാ. അപ്പോൾ പൈസ ഹാപ്പി അല്ലേ ബാറ്ററി മാറ്റിയപ്പോൾ? ഇത്രേ ഉള്ളൂ, ഉണ്ടാ. നമ്മളെല്ലാം സമയം മാറ്റിത്തരും, അറിയാൻ പാടില്ല. ആവശ്യമില്ല, ബാഗ് എടുത്തില്ലല്ലോ. ഇപ്പോൾ സൊമാറ്റോ ആപ്പ് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഇനി തൊട്ട് ഓർഡർ അടിച്ചെങ്കിൽ പോയാൽ മാത്രം മതി. സംഭവം മഴയൊന്നും ഇപ്പോൾ ഇല്ല, ഫുൾ വെയിലടിക്കുകയാണ്. അതുകൊണ്ട് റെയിൻകോട്ട് ഊരിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥലം മദർ വെച്ച് പ്ലാസ്റ്റിയാണ്. ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ദൂരമുണ്ട്. പോകേണ്ട സ്ഥലം ബേക്കറി സ്റ്റേഷൻ. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 1 മണി ആവാറായി. അപ്പോൾ എന്തൊരു ചൂടെണ്ണാത്. ഇത്ര നേരം മഴ പെയ്ത് തണുപ്പൊന്നും ഇല്ലേ? വെയിലടിച്ചപ്പോൾ ഫുൾ മാറി. നമ്മൾ എന്ന് വ്ളോഗിൽ ഇറങ്ങുമോ അത്ര നേരം പെയ്ത മഴ പതുക്കെ കുറഞ്ഞു കളയും. ഈ മഴ കണ്ടന്റ് ആക്കാൻ വിചാരിച്ചാൽ നടക്കുന്നില്ലല്ലോ. ഓക്കെ, ലൊക്കേഷൻ വന്നാച്ച് മദർ വെച്ച് പ്ലാസ. വണ്ടി കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ട്. ചില സമയത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലമേ കാണില്ലേ. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല. അയ്യോ, സമയം എടുക്കൂല്ലോ ഇവിടെ. സദ്യ 2 കേരള സദ്യയാണ് ഐറ്റം. ഒരുപാട് സമയം എടുക്കും. എന്തായാലും തിരക്ക് കണ്ട എൻ്റെ അമ്മോ. ഇവിടെ നിന്നൊരു ഓർഡർ കിട്ടി പോകണമെന്നുണ്ടെങ്കിൽ നേരം വെളുക്കും. തിരക്ക് കൂടുതലല്ലേ? ശനിയാഴ്ച ആയതുകൊണ്ട് ഇത്ര തിരക്ക്. നാളെ ഞായറാഴ്ച എന്ത് തിരക്കായിരിക്കും അപ്പം? ആഹാ, വല്ലാതെ നടക്കുമെന്ന്. നമ്മളെ മുമ്പിൽ തന്നെ ഒരു 30 പേരുണ്ട്. 30 ഇല്ല, ഒരു 10-15 വരുമായിരിക്കും. ഇവരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ പോയി സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ നിസ്സാര ക്യാസൊന്നുമില്ല. റെഡി വരുമോ? ചിലപ്പോൾ റെഡി വരും, ചിലപ്പോൾ പോയി ചോദിച്ചാൽ സാധനം എടുത്തിട്ട് പെട്ടെന്ന്. ശരി, വാ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, പോട്ടെ. തള്ളു വണ്ടി തള്ളാസ് വണ്ടി. സ്റ്റാർട്ടാവാനാണോ? ഓക്കെ, അപ്പോൾ സ്പീഡിലല്ല, വാ. ഓക്കെ, സ്റ്റാർട്ടായി. എൻ്റെ വണ്ടി ഇതുപോലെ ആയിരുന്നു. ബാറ്ററി മാറ്റി മുമ്പ് വരാം. ഇപ്പോൾ ശരിയായി. എൻ്റെ അമ്മോ. അപ്പോൾ സംഭവം റെഡിയായി. നമ്മൾ തന്നെ പറഞ്ഞത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇടിച്ച് കയറുന്ന ഇടയിൽ കൂടെ. ഇത് റെഡിയായേ? 5452 എടുക്കാൻ പറ്റുമോ? പതുക്കെ ഒന്ന് ആരെങ്കിലും വഴി തന്നെങ്കിൽ എടുക്കാമായിരുന്നു. എൻ്റെ അപ്പോൾ ഒരു 10-15 കിലോ വെയിറ്റ് വേണം തോന്നട്ടെ. ഇതുപോലത്തെ ഓർഡർ ഐറ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകേണ്ട ആവശ്യമേ ഇല്ല. നല്ല ഫിറ്റ്നസ്സായി ബോഡിക്ക് ഷേപ്പോ. എങ്ങനെ കൊണ്ട് വെക്കി ബാഗിൻ്റെ അകത്ത്? വെയിറ്റ് ചെയ്യാം, ആദ്യം ബാഗും തുറക്കട്ടെ. സിബാണെങ്കിൽ കംപ്ലൈൻറ്റ് കിടക്കുകയാണ്. അതാണ് വിഷയം. തുറക്ക്. ഓഹോ, ബെസ്റ്റ് സാധനം. ചെറിയ ഓർഡറിന് കുഴപ്പമില്ല, കൊണ്ട് വയ്ക്കായിരുന്നു. വലിയ ഓർഡർ ആയതുകൊണ്ട് ഫുള്ളും തുറക്കാണ്ടിരിക്കുന്ന ബാഗ്. ഓക്കെ, തുറന്നു. സമയം എടുത്ത് ട്രൈ ചെയ്ത ഒരു കാര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ജയിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഈ സിബ്. തുറ മതി. ഇത്ര നേരമായി. ഇന്നത്തെ കണ്ടന്റ് സിബാണ്. തുറന്ന് തോല എനിക്ക് വയ്യ. എനിക്ക് മതി ഉള്ളത് മതി, വാ. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അത്ര തന്നെ. സംഭവം സിമ്പിൾ. പോന്നാ. പക്ഷെ എൻ്റെ അമ്മോ, ഒരു ഓർഡർ എടുക്കാൻ പറഞ്ഞ പാട്, ആ ഓർഡർ എടുത്ത് വയ്ക്കാൻ പറഞ്ഞ പാട് നമുക്കേ അറിയുള്ളൂ.
എന്തോന്ന് ജീവിതം അല്ലേ ഇത്, കഷ്ടപ്പാട് തന്നെ. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ആനയാറാണ്. ഇവിടുന്ന് കറക്റ്റ് 4.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഓർഡർ ഐറ്റം എന്ന് പറഞ്ഞാൽ കേരള സദ്യയാണ്. സത്യം പറഞ്ഞാൽ വലിയ ഡിലേ ആയില്ല, സാറിന് അരമണിക്കൂർ 3/4 മണിക്കൂർ പോകും. ഞാൻ വന്നൊരു 10-15 മിനിറ്റ് ആയി, എന്നാലും സാധനം കിട്ടില്ല, സന്തോഷമായി. ഇവിടെ എപ്പോൾ വന്നാലും തിരക്കാണ് ഈ മദർ വെജ് പ്ലസ്സിൽ. എന്തോ ഇരിക്കണോ അത്ര തിന്നെ സംഭവം. ഫുഡ് നല്ല ക്വാളിറ്റി എത്ര തന്നെ, വേറൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് ശനിയാഴ്ച പീക്ക് അവർ ആയതുകൊണ്ട് ഈ സമയമൊക്കെ ഒരുപാട് വിലപ്പെട്ടതാണ്. ഇപ്പോൾ ഈ സമയത്ത് ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലായി പോകും. അങ്ങനെ പാളയം അണ്ടർപാസ് ഒന്ന് കൂവിയാലോ? കൂവണോ? കൂവിയൊക്കെ അടിക്കും, സൂപ്പറായിട്ട് കൊള്ളാമല്ലേ? ഇതൊക്കെ വേണമല്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ രസമുള്ളൂ. ഈ പേട്ട ആനയറ റോഡ് ഭയങ്കര മോശമാണ്. ഇവിടെ എന്തോ പൈപ്പ് വർക്ക് നടക്കുകയാണ്, അത് കംപ്ലീറ്റ് ആയില്ല, അതുവരെ ഇങ്ങനെ കിടക്കുള്ളൂ. കുണ്ടും കുഴികളും നിറഞ്ഞ റോഡുകളിൽ അത്രേ ഉള്ളൂ. ഓക്കെ, ലൊക്കേഷൻ എത്രയായിട്ടുണ്ട്? അതാണ് സുഗതൻ റോഡ്. സുഗതൻ. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻ 8A എന്ന് പറയുമ്പോൾ ഈ വീട് തന്നെ, വലിയ വീട്. പട്ടി വല്ലതും ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. ഹലോ ബെല്ലടിച്ച് നോക്കാം. സൊമാറ്റോണേ, ഇവിടെ സംഗീത. ഓക്കെ, കൊണ്ടുപോകല്ലോ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. പോകുന്ന സമയം ബാബ, കമോൺ ക്വിക്ക്. ആകപ്പാടെ ഒരേ ഓർഡർ ആയുള്ളൂ, 1:30 മണിയായി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 76 രൂപ 11 പൈസയാണ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റീം പോട്ട് റെസ്റ്റോറൻറ്റ് 5 രൂപ. ആക്സെപ്റ്റ്, അത്രേ ഉള്ളൂ. ഇനി ബാക്കി 1.5 മണിക്കൂർ സമയമുണ്ട്. ഈ 1.5 മണിക്കൂറിൽ 4 ഓർഡർ എടുത്താൽ കൊള്ളായിരുന്നു. നോക്കാം ബാ. റോമിയോ അട്ടം പോട്ട സുത്തും ഭൂമി സുത്താതെ ഇടയെ തൂക്കിയെറിയാതെ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. 4334 അതാണ്. താങ്ക് യു. ഐശ്വര്യമായിട്ട് രണ്ടാമത്തെ ഓർഡർ പേക്കഡ്. സംഭവം പെട്രോൾ കുറവാണ്, അടിച്ചിട്ട് പോയേക്കാം പോണ വഴിക്ക്. ക്ലച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ പണിയാണ് കേട്ടോ, വണ്ടി മൂവ് ആവുന്നില്ല, ക്ലച്ച് ടൈറ്റ് ആയിരിക്കില്ലേ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുട്ടയുടെ 4-5 ഇവിടുന്ന് കറക്റ്റ് 4.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പൊതിച്ചോറ് വിത്ത് ബീഫ് ഉലർത്തിയത്. മണി ഇപ്പോൾ കറക്റ്റ് 1:30 മണിയാവാറായി. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്, 4-5. ഇവിടെ ലെഫ്റ്റാണ് സുധീഷ്. അയ്യോ, വഴി മാറിപ്പോയല്ലോ, അങ്ങോട്ടല്ല പോകേണ്ടത്. സുധീഷ് മാപ്പ് നോക്ക് കറക്റ്റായിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യും മൈൻഡിൽ. ഞാൻ ഔട്ട് ഓഫ് മൈൻഡ് ആയിരുന്നു കുറച്ച് മുമ്പായിട്ട്, അതാണ് ഇങ്ങോട്ട് കയറിയത്. ഇവിടെ നിന്ന് റൈറ്റിലാണ് പോകേണ്ടത്, സ്ലൈറ്റ് റൈറ്റ് അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഡബിൾ മൈൻഡാണ്. ഒന്ന് നമുക്ക് ഈ ക്യാമറ ഓൺ ചെയ്ത് കറക്റ്റായിട്ട് വ്ളോഗ് ചെയ്ത് പോകണം, പിന്നെ കസ്റ്റമർ വിളിക്കുന്ന മാപ്പ് നോക്കണം, ആ ഒരു മൈൻഡ് വേണം. അപ്പോൾ ഇത് രണ്ടും കൂടെ കറക്റ്റ് ബാലൻസ് ചെയ്ത് മിസ്സാവാതെ പോയാൽ മാത്രമേ നമ്മളെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അടുത്ത മഴ തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ, വാ റെഡി, ഐ ആം റെഡി. പുറന്തേലെന്താ റെഡി. ഈ ഇടക്കാലത്ത് ചെറിയൊരു വിഷമമുള്ള കാര്യമുണ്ടായി, അത് വേറൊന്നുമില്ല. നമ്മളൊരു കൂട്ടുകാരൻ്റെ സംഭവം തന്നെ. പുള്ളിക്കൊരു സംഭവം നടക്കുകയാണ്, നമ്മളത് വിളിച്ച് പറയാണ്, അങ്ങനെ പോവല്, അതിലോട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ ജന്മം പാഴായിപ്പോൾ, നിനക്ക് പണി കിട്ടുമെന്ന് പറയാണ്. ആ പുള്ളി അതൊന്നും കേൾക്കാതെ എനിക്കെല്ലാം അറിയാട്ടോ, അങ്ങനെയൊന്നുമില്ല ചേട്ടൻ വിചാരിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് ആ പുള്ളി മുന്നോട്ട് പോവുകയാണ് ആ കാര്യത്തിലോട്ട്. അപ്പോൾ ഈ പുള്ളിയുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട ഒരു കാര്യം നടക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് അറിയിക്കേണ്ട ആ ഒരു കാര്യം. ആരോ പറഞ്ഞാൽ ഈ കാര്യം അറിയണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യം ആരോ വഴി അറിയുമ്പോൾ ഒരുപാട് വിഷമമാണ്. കാരണം ഇത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു വാല്യൂ ഇല്ലാതെ പുള്ളിക്കാരൻ നമ്മൾ ടോട്ടലായിട്ട് അവോയ്ഡ് ചെയ്യാണ്. കുഴപ്പമില്ല, നമ്മൾ ആ പുള്ളി നല്ലതായിരിക്കണം എന്ന് പറഞ്ഞാണ് ഓരോ കാര്യം പറയണത്. ഞാൻ തന്നെ പറഞ്ഞാണ് പണി കിട്ടും എന്നുള്ളത്. അവൻ കേട്ടില്ല. ഇപ്പോൾ എന്താ ലാസ്റ്റ് ഞാൻ ഇപ്പോൾ എന്നാലും വിളിച്ച് ചോദിച്ചപ്പോൾ പറയണം അങ്ങനെയൊന്നുമില്ല, ആര് പറഞ്ഞു. അവരെല്ലാം അറിഞ്ഞ കാര്യങ്ങളൊക്കെ നീ കൂടുതൽ വിളിക്കാമെന്ന് വേണ്ട. പിന്നെ ഇന്നലെ വിളിച്ചപ്പോൾ ഫോൺ വിളിച്ച് എടുക്കണില്ല. ഇപ്പം എന്നെ അവോയ്ഡ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാം മാറാൻ പോകില്ല. നിനക്ക് കിട്ടിയ പണി തന്നെ. അത് നമ്മൾ പറയുമ്പോൾ നീ കേട്ടിരുന്നെങ്കിൽ ഇത്രയും കിട്ടില്ലായിരുന്നു. ഇത് വ്ളോഗിൽ പറയാൻ കാരണം വേറൊന്നുമില്ല, നമ്മൾ വിളിച്ച ഫോൺ എടുക്കില്ലവൻ. അപ്പോൾ ഇതുവഴി കാണട്ടോ അവൻ, എന്ത് ചെയ്യാൻ പറ്റും. ശരി, കുഴപ്പമില്ല, ജീവിച്ച് പോട്ടെ, അത്ര തന്നെ. അവനെല്ലാം അറിയാമെങ്കിൽ അവൻ പോട്ടല്ലേ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ. എവിടെയാണ് കസ്റ്റമറിൻ്റെ വീട്? ഇവിടെ തന്നെ. പെട്രോൾ അടിച്ചില്ലല്ലോ, പക്ഷേ വണ്ടി വഴിയിലാവോ എന്തോ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, ഇപ്പോൾ വന്ന് വിട്ടിരിച്ച് പോലെ. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 67.48 പൈസയാണ്. അപ്പോൾ അടുത്ത നേരം എങ്ങോട്ട് പോകാൻ? ഇപ്പം നിൽക്കുന്ന സ്ഥലം മുട്ടട ആയതുകൊണ്ട് അടുത്തുള്ള ലൊക്കേഷൻ കുറവങ്കോണമാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാം അല്ലേ. ഇപ്പോൾ റോഡ് ഭയങ്കര മോശം കേട്ടോ ഇവിടെയൊക്കെ. കുഴപ്പമില്ല. ഒരു 2 വർഷം മുമ്പൊക്കെ ഇവിടെ റോഡേ ഇല്ല. ഇവിടെയൊക്കെ വന്ന് പോയാൽ പെട്ടുപോയി എത്ര തന്നെ. ഫോണെടുത്ത് അകത്ത് വയ്ക്കണം, ഭയങ്കര വൈബ്രേഷൻ ആയിക്കണം. ശരിക്കട്ടെ, ഓർഡർ അടിക്കും, പറയാൻ പറ്റില്ല. അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ജോണീസ് റെസ്റ്റോറൻറ്റ് കുറവങ്കോണത്തിന്. അങ്ങോട്ടേ നമ്മൾ പറഞ്ഞത്. ശരി, കുഴപ്പമില്ല. സർജ് ഓണായ സൂപ്പർ. അതാണ് വേണ്ടത് നമുക്ക്. സർജ് ഓണായി കിടക്കണം ഫുൾ ടൈം. ജൂൺ ജൂലൈ വരെ ഓണായി കിടക്കണം ഫുള്ളായിട്ട്. ഓഫ് ചെയ്യാനേ പാടില്ല, എങ്കിൽ മാത്രമേ നമുക്ക് വല്ലതും കൈ കെട്ടുള്ളൂ. എത്ര കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറയാമല്ലോ. വണ്ടിക്ക് മെയിൻ്റെനൻസ് തന്നെ കുറേ പൈസ ആവുകയാണ്. 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തേക്ക് ഓയിൽ മാറ്റിയേ പറ്റൂ. പിന്നെ വണ്ടിക്ക് ബാക്കിയുള്ള പീരിയോഡിക് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും പഴയ പോലെ മിനിമം ഡെലിവറി ചാർജ് 21 രൂപയാണ്. അതൊക്കെ മാറ്റി 30 രൂപ ആക്കണം, എങ്കിലേ നമുക്കെല്ലാം കൈ വരുള്ളൂ. ജോണി യെസ് പാപ്പ, ഈറ്റിംഗ് ഷുഗർ നോ പാപ്പ. റീച്ച്ഡ് ജോണി റെസ്റ്റോറൻറ്റ്. സംഭവം റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. അവിടെ തന്നെ 109. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചല്ലോ. ഇതിവിടെ അൽത്താഫയാ, തൊട്ടപ്പുറത്തിന്. കുഴപ്പമില്ല, അക്സെപ്റ്റ് കൊടുക്കും. സൂപ്പർ കേട്ടാ, 2 ഓർഡർ.
സർജും ഉണ്ട്, പക്ഷേ വെയിലുണ്ട്. സ്കാൻ കോഡ് ഓക്കെ, സ്കാനായി. ഓർഡർ പിക്കഡ്. റെയിൻ കോട്ടൊക്കെ ഇടുന്നത് പാടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന റെയിൻ പാൻറ്റ് മാത്രമേ ഉള്ളൂ. റെയിൻ കോട്ട് ഊരി വെച്ച് ഭയങ്കര വെയിലിട്ടാ, പറ്റുന്നില്ല, ചൂട് സഹിക്കാൻ പറ്റില്ല. അടുപ്പിൽ കുക്കർ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയിരുന്ന അങ്ങനെയൊക്കെ അതുപോലെ ആ ഫീലായിരിക്കുന്നു. പിന്നെ പെട്ടെന്ന് മഴ വന്നാലേ ഉടുപ്പിടാൻ പാടാണ്, പാൻറ്റ് കുഴപ്പമില്ല. ഇത് നൽത്താസ. റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. റെഡിയായി 1092 അവിടെയാണ്. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. പാട്ട് കണ്ടാക്കി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ ഇവിടുന്ന് റൈറ്റിലാണ്, അടുത്ത് തന്നെ തൊട്ടടുത്ത് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. സംഭവം ഇവിടെ റോഡ് ക്ലോസ്ഡ് ആണ്, ഡ്രെയിനേജ് വർക്ക് നടക്കുകയാണ്. ബൈക്ക് മാത്രം പതുക്കെ കയറി പോവാം. അപ്പോൾ ഇങ്ങനെ കയറിപ്പോയാൽ വിഷയമില്ല. ഓക്കെ, റീച്ച് ലൊക്കേഷൻ ഇവിടെ തന്നെ. വിൻ്റർ മിസ്റ്റ് ആണേ, കൊണ്ടുപോകണം അല്ലേ? ഓക്കെ, വണ്ടി ഇവിടെയൊക്കെയാലോ, കുഴപ്പമില്ല. വിൻ്റർ മിസ്റ്റ് 13,000 അവിടെയാണ്. പർപ്പസ് സൊമാറ്റോ എവിടെയാണ്? ലാസ്റ്റ് ആണോ? ആ, ഒരു ഇന്നോവ കാർ കിടക്കുന്നുണ്ട്, 2 എണ്ണം കിടക്കുന്നുണ്ട്. ആ, അവിടെ ഒരു പടി കാണാം. ആ, പടി. ശരി. സൊമാറ്റോ ആണ്. ഓക്കെ, ഓർഡർ ഡെലിവറി. ഓക്കെ, ഇപ്പോൾ പോകുന്ന അങ്ങനെ മൾട്ടി ഓർഡറിൽ ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അടുത്ത പോകേണ്ട ലൊക്കേഷൻ വേളിയാണ്. ഇവിടുന്ന് കറക്റ്റ് 8.9 കിലോമീറ്റർ ദൂരമുണ്ട്. അത്രയും പോകണം അല്ലേ? 10 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഏറ്റവും ഷവർമ ആൻഡ് മൊജിറ്റോ ആണ്. മൊജിറ്റോ ഓർ മൊഹിറ്റോ ഇങ്ങനെ എന്തൊക്കെയോ പറയണം ആൾക്കാരൊക്കെ. ശരി, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് മൊജിറ്റോ എന്ന് പറയാം. അതായത് കറക്റ്റ് വേർഡ് അല്ലേ? വണ്ടിക്ക് ഭയങ്കര വിശപ്പെന്ന്. വാ, പെട്രോൾ അടിച്ചിട്ട് പോവാം. തിരക്കാണല്ലോ. കുഴപ്പമൊന്നുമില്ല. വാ, 200 രൂപയ്ക്കേ. ഓക്കെ, അപ്പോൾ പോകുന്ന അങ്ങനെ ഐശ്വര്യമായിട്ട് 200 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനി വേറെ വിഷയമൊന്നുമില്ല. ഹാപ്പി അല്ലേ? ബൈസറിൻ്റെ ബാറ്ററി മാറ്റി 200 രൂപ പെട്രോൾ അടിച്ച്. ഇനി എന്തൊക്കെ ഉണ്ട്? ക്ലച്ച് മാറ്റാനുണ്ട്, ക്ലച്ച് കേബിൾ. അതുകൊണ്ട് മാറ്റിയാൽ പുള്ളി വേറെ ലെവല്. രാവിലെ മുതൽ രാത്രി വരെ ഓടുക, പൈസ ഉണ്ടാക്കുക, കൊടുക്കുക. കയ്യിലൊന്നും പൈസ പറഞ്ഞില്ല. ദൈവമേ, വല്ല കൈത്താ അല്ലേ? സേവിങ്സ് ഒക്കെ വേണ്ട എന്തെങ്കിലുമൊക്കെ. സംഭവം കട്ട ബ്ലോക്ക് കേട്ടോ വെൺപാലോട്ടത്. അമ്മോ, നമ്മൾ ബൈക്ക് ആണ്ട് പയ്യെ കയറി ഇപ്പോൾ ഇടയിൽ കൂടെ. വേറെ വിഷയമില്ല. ഇതെവിടെ പോകണം? എല്ലാവരും ലുലു മാളിൽ പോകണാ? ചുമ്മാ അല്ല. സംഭവം വണ്ടി പോകണമെന്ന് പറഞ്ഞത് ശരിയല്ല. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി പറഞ്ഞു, റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് അതുപോലെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു കറക്റ്റായ ട്രാഫിക് സിസ്റ്റം അല്ല ഇവിടെ. അതാണ് വിഷയം. ട്രാഫിക് പോലീസ് കഷ്ടപ്പെടാനേ പാവം കിടന്ന്. കണ്ടാ, ലെഫ്റ്റ് സൈഡിൽ വണ്ടി പറഞ്ഞാ. നമുക്ക് നേരെയാണ് പോകേണ്ടത്. നേരെ വിട്ട് പറന്ന് പോകാം. പമ്പ്. ആ, ഓക്കെ, എഴുതി വയ്യണ പമ്പൊക്കെ ഉണ്ടെന്നുള്ളത്. സംഭവം ഇവിടെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. ഇതാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു 30 സെക്കൻഡിൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. പയ്യെ പോയാൽ മതി, കുഴപ്പമില്ല. ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഒരു പേടിയാണല്ലേ, പെട്ടെന്ന് ട്രെയിൻ വരുമെന്നുള്ളത്. ട്രെയിനൊന്നുമില്ല. ഓക്കെ, ഇത് വണ്ടികളൊന്നും പോകണില്ലേ? ഇതാണ് ഈ പിടിക്കാത്തത്. ഈ ലോറിയാണെന്നാണ് പ്രശ്നം കേട്ടോ, ചുമ്മാ അല്ല. ഇങ്ങനെ പയ്യെ പോകണോണ്ടാണ് നമുക്ക് ഇത്രയും ലേറ്റ് ആവണത്. പോയി തല എണ്ണാന്ന് പെട്ടെന്നാവട്ടെ. ആണെങ്കിൽ ഇപ്പോൾ ലോഡൊന്നുമില്ലല്ലോ, പിന്നെ എന്ത്? അതുവഴി കയറി പോകുന്നത് നടക്കൂല്ലത്. അവിടെ കാറ് വന്നു. മഹാരാഷ്ട്ര വണ്ടിയാണ്. ഓക്കെ, ലൊക്കേഷൻ തറായി. ഇവിടെ നിന്ന് റൈറ്റ് ആയിരിക്കും. ഇവിടെ തന്നെ. ഓക്കെ. അവിടെയാണ്, ബാക്കിലോട്ട് കാറിൽ നിൽക്കുകയായിരുന്നു. ഓക്കെ. ഓക്കെ, ശരി. സംഭവം 2 ഓർഡർ ഉണ്ടായിരുന്നു, ഡിലേ ആയത്. വെൽക്കം. ഓക്കെ, അപ്പോൾ ഓക്കെ, പോകുന്ന ഓർഡർ ഡെലിവേർഡ്. നല്ല കസ്റ്റമർ കേട്ടോ, താങ്ക് യു പറയണ്ട. താങ്ക് യു പറഞ്ഞാൽ ഒരു വിധമുണ്ട്. ആ വിധത്തിൽ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. സംഭവം ടിപ്പിനേക്കാൾ വലിയ താങ്ക്സ് ആണ്. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ താങ്ക്സ് പറയുമ്പോഴേ അതൊരു പ്രത്യേക ഫീലാണ്. ഇന്നലെ ഇതേപോലെ കസ്റ്റമർ താങ്ക്സ് പറഞ്ഞായിരുന്നു. ആ താങ്ക്സ് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷവും എന്തോ ഒരു വലിയൊരു കിട്ടിയ പോലെ ഫീലായിരുന്നു. ഇത് സ്മെല്ല് ഇവിടെ കരിഞ്ഞ സ്മെല്ല്. മറ്റേ ഈ വയറ് കരിയില്ലേ? ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ, ഒരുപാട് അസുഖം ചാൻസ് ഉണ്ട് ലങ്സിനൊക്കെ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 190 രൂപ 41 പൈസയാണ്. സർജെല്ലാം ചേർത്ത് തന്നെ. അപ്പോൾ ഇതെന്തോന്നത്? കടലാ? അയ്യോ, പയ്യെ പോവാം. ബാ, സൂപ്പർ. ഇതൊക്കെയാണ് വേണ്ടത് കണ്ടൻ്റായിട്ടല്ലേ. കുറച്ച് വെള്ളപ്പൊക്കം വേണ്ടേ? വലിയ കുഴപ്പമില്ല, ചെറിയൊരു വെള്ളപ്പൊക്കം തന്നെ. വണ്ടിയൊക്കെ പോകും സുഖമായിട്ട്. കാല് ചെളിയായി. ശരി, ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ? ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വേളിയാകുമ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ വരുന്നത്, ഇപ്പോൾ നേരെ പോയ ആൾ സയൻസ് കോളേജ്, പിന്നെ അത് കഴിഞ്ഞ് ചാക്ക ജംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ നമുക്ക് പേട്ട പോകണമെങ്കിൽ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ ഈഞ്ചക്കല്ല് പോകാം. എന്ത് വേണം ചെയ്യാം. സംഭവം നല്ല മഴയാണ് ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെ? ഇപ്പോൾ ഈ സംഭവം ഈഞ്ചക്കല്ല് എത്താറായി. മഴത്തുള്ളി മണിൽ സംഗമം. ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഓർഡറാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, 300 രൂപ. അടുത്ത വൈകിട്ടൂടെ ഓടുമ്പോൾ ഒരു 800-850 കിട്ടുമായിരിക്കും. നോക്കാം എന്തായാലും. അപ്പോൾ വൈകിട്ട് വരുന്ന വീഡിയോ അടുത്ത എപ്പിസോഡായിരിക്കും. ഇവിടെ ഫുൾ ബ്ലോക്കാണ്. ഇപ്പം പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഒരു 5 മിനിറ്റ് എടുക്കുമായിരിക്കും. നിന്ന് പോകാം. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ണേറ്റം ബുക്കാണ്. ഇവിടെയൊക്കെ നല്ല മഴ, ഹെവി. തണുത്ത് വിറയ്ക്കണം കേട്ടോ. നല്ല പെയ്, കുഴപ്പമൊന്നുമില്ല. ഇത്തിരി കുളിക്കട്ടെ. ഇന്ന് വേറത്തെ കുളിച്ചാണ്, ഇനി നനഞ്ഞ് കുളിക്കാം.
ആഹാ അടിപൊളി. പെയ്യട്ടെ മഴ പെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ. സൂപ്പർ അല്ലേ, വേറെ രക്ഷയല്ല, സൂപ്പർ മഴ. ഇനി വൈകിട്ട് ഇതേപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാം. മഴ ഹെവിയാണ്, നല്ല ഹെവി മഴ. ഉച്ചയ്ക്ക് പെയ്ത മഴയൊന്നുമില്ല, ഇപ്പോൾ വീണത് വലിയ വലിയ തുള്ളികളാണ്. ഓരോ തുള്ളിയും 1 ലിറ്റർ കനമുണ്ട്. റെയിൻകോട്ട് ഇട്ട് കാര്യമൊന്നുമില്ല, വെള്ളമകത്ത് ഇറങ്ങാൻ എല്ലാ സെക്യൂരിറ്റിമാരും നീ വാടാ പോണെന്നൊക്കെ വിളിക്കണത്. നമ്മൾ നിങ്ങൾ അങ്ങനെയല്ല വിളിക്കണത്, ചേട്ടാണ് വിളിക്കണത്. പേരോട് അനിയാന്ന് വിളിക്കാമല്ലോ, അല്ലെങ്കിൽ